നമസ്കാരം. കേരളീയം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് സീസൺ 6 താരം ജാസ്മിന് വീട്ടിൽ നിന്ന് വിളിച്ച ചില സൂചനകൾ നൽകിയെന്ന ആരോപണവുമായി പല ബിഗ് ബോസ് പ്രേക്ഷകരും രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ലെങ്കിൽ എന്തുകൊണ്ട് ബിഗ് ബോസ് വാപ്പയുമായുള്ള ഫോൺ കോൾ കാണിക്കുന്നില്ലെന്നും അവർ ചോദിക്കുന്നു. ഫോൺ കോളിന് ശേഷമുള്ള ജാസ്മിന്റെ പ്രവർത്തികൾ തന്നെ പുറത്തുനിന്നും വ്യക്തമായ സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണെന്നും പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ജാസ്മിന് പിന്തുണയുമായും നിരവധി ആളുകൾ വരുന്നു. ബിഗ് ബോസോ ചാനലോ അങ്ങനെ ഒരാളോട് മാത്രം ഫേവറിസം കാണിക്കില്ല. അങ്ങനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പൂച്ചക്കുഞ്ഞു പോലും അറിയാതെ കാണിക്കാൻ അവർക്ക് പറ്റുമെന്നും അവർ പറയുന്നു. ഇത്രമാത്രം ഹേറ്റേഴ്സ് ഉണ്ടാകാൻ ജാസ്മിൻ എന്താണ് ചെയ്തത് എന്ന് ഒട്ടും മനസ്സിലാകുന്നില്ല. റോക്കിയെ പോലെ അഗ്രസീവായി സെറ്റ് പ്രോപ്പർട്ടി തല്ലിപ്പൊട്ടിക്കുകയോ അടിച്ച് പല്ലുകൊഴിക്കുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. ഋഷിയെ പോലെ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുകയോ പുറത്തിറങ്ങി കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുമില്ല ആരെയും. ആകെ ഗബ്രിയുടെ കൂടെ ഫുൾ ടൈം ഇരിക്കുന്നു എന്നതാണ് അവർ ചെയ്ത കുറ്റം. അതവരുടെ സ്ട്രാറ്റജി തന്നെയാണ് എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. പോസിറ്റീവായിട്ടാണെങ്കിലും നെഗറ്റീവായിട്ടാണെങ്കിലും ടോക്ക് മുഴുവൻ ജബ്രിയെ കുറിച്ചാക്കുക എന്നതാണ് അവരുടെ സ്ട്രാറ്റജി. അതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നതും. കണ്ടന്റ് ഉണ്ടാക്കുകയും സ്ക്രീൻ സ്പേസ് മാക്സിമം നേടിയെടുക്കുകയും ചെയ്യുക എന്നത് തന്നെയല്ലേ ഈ ഗെയിമിന്റെ മെയിൻ സ്ട്രാറ്റജി. ഇഷ്ടമുള്ളവർ വോട്ട് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക, അല്ലാത്തവർ അവോയ്ഡ് ചെയ്ത് വിടുക. അത് ചെയ്താൽ പോരെ. അല്ലാതെ ഇങ്ങനെ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിൽ തെറി വിളിച്ച് നടക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. രജിത് കുമാറിന്റെ ഹൗസ്മേറ്റ്സിനെ മുഴുവൻ വെറുപ്പിച്ചുകൊണ്ടുള്ള ഒറ്റപ്പെടൽ സ്ട്രാറ്റജി പ്രശ്നമില്ലായിരുന്നു. റോബിന്റെ അലറൽ കം ലവ് സ്ട്രാറ്റജി പ്രശ്നമല്ലായിരുന്നു. ദിൽഷയുടെ ബ്ലെസ്ലി ബ്രദർ റോബിൻ ബെസ്റ്റ് ഫ്രണ്ട് സ്ട്രാറ്റജി പ്രശ്നമല്ലായിരുന്നു. എന്തിനധികം പറയുന്നു, സൂര്യയുടെ വൺ വേ ലവിന് പോലും ഇവിടെ ഫാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ജാസ്മിൻ ഗബ്രിയുടെ കൂടെ ഇരിക്കുന്നത് മാത്രം പ്രശ്നം. സ്ക്രീൻ സ്പേസ് മുഴുവൻ ജബ്രിക്ക് കിട്ടി. പുറത്ത് അവർ ദിൽറോ പോലെയും പേളിഷ് പോലെയും ഒക്കെ ആഘോഷിക്കപ്പെടുന്നുണ്ടാകാം എന്ന് തെറ്റിദ്ധരിച്ച വീടിനകത്തുള്ളവർക്ക് അവരോട് ദേഷ്യം തോന്നുന്നത് മനസ്സിലാക്കാം. തെറി വിളിച്ച് നടക്കുന്ന പുറത്തുള്ളവരുടെ മാനസികാവസ്ഥയാണ് മനസ്സിലാകാത്തതെന്നും ജാസ്മിനെ പിന്തുണയ്ക്കുന്നവർ ചോദിക്കുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരളീയം.